ലോഗോസ് ക്വിസ് 2025 പ്രഭാഷകൻ അധ്യായം 41 മോക്ക് ടെസ്റ്റ്. തൻ്റെ ഡാഷിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് എന്നാണ് പ്രഭാഷകൻ 41:1 പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സമ്പത്തിൻ്റെ അല്ലല്ലാതെ എല്ലാം ഡാഷ് ഉള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകരമാണ്. ഐശ്വര്യം, സത്കീർത്തി, സമ്പത്ത്, ആരോഗ്യം. ഐശ്വര്യം. ഡാഷ് ക്ഷയിച്ചവന് നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. ഐശ്വര്യം, സമ്പത്ത്, ആരോഗ്യം, ശക്തി. ശക്തി. ആയുടെ തീർപ്പിനെ കുറിച്ചാണ് 41:3 പറയുന്നത്. അത്യുന്നതൻ്റെ, മിശിഹായുടെ, ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ഡാഷിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? അത്യുന്നതൻ്റെ, ദൈവത്തിൻ്റെ, മിശിഹായുടെ, കർത്താവിൻ്റെ. അത്യുന്നതൻ്റെ. ഡാഷിൻ്റെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. ദൈവഭയമില്ലാത്തവരുടെ, അനീതി പ്രവർത്തിക്കുന്നവരുടെ, ദുഷ്ടരുടെ, പാപികളുടെ. ആയുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദുഷ്ടരുടെ, അനീതി പ്രവർത്തിക്കുന്നവരുടെ, പാപികളുടെ സന്താനങ്ങളുടെ, ദൈവഭയം ഇല്ലാത്തവരുടെ, പാപികളുടെ സന്താനങ്ങളുടെ. എങ്ങനെയുള്ള പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുമെന്നാണ് 41:7 പറയുന്നത്. ദുഷ്ടനായ, പാപിയായ, അനീതി പ്രവർത്തിക്കുന്ന, ദൈവഭയമില്ലാത്ത. നിങ്ങൾ ഡാഷിലേക്കാണ് ജനിച്ചത് എന്നാണ് 41:9 പറയുന്നത്. തിന്മയിലേക്ക്, മരണത്തിലേക്ക്, ശാപത്തിലേക്ക്, പാപത്തിലേക്ക്. ദൈവഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് ഡാഷിലേക്ക് പോകുന്നു. നാശത്തിലേക്ക്, പാപത്തിലേക്ക്, മരണത്തിലേക്ക്, ശാപത്തിലേക്ക്. നാശത്തിലേക്ക്. എന്തിനെപ്പറ്റി മനുഷ്യൻ വിലപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 41:11 പറയുന്നത്. വിശ്വാസത്തെ, ആത്മാവിനെ, സത്കീർത്തിയെ, ശരീരനാശത്തെ. എത്ര സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ് എന്നാണ് പ്രഭാഷകൻ 41:12 പറയുന്നത്. 5000, 1000, 10000, 20000. 1000. ഡാഷിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാണ് 41:13 പറയുന്നത്. സത്കീർത്തിയുടെ, നാശത്തിൻ്റെ, ശാപത്തിൻ്റെ, നല്ല ജീവിതത്തിൻ്റെ. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് ഡാഷ് വർത്തിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ 41:14 പറയുന്നത്. സ്നേഹത്തിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ, സൗമ്യതയിൽ. ഡാഷ് മറിച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്.
എന്നാണ് പ്രഭാഷകൻ 41:15 പറയുന്നത്. സത്യം, വിഡ്ഢിത്തം, വ്യാജം, ഭോഷത്തം. വിഡ്ഢിത്തം. അതിനാൽ എൻ്റെ ഡാഷ് ആദരിക്കുക എന്നാണ് 41:16 പറയുന്നത്. വിശ്വാസത്തെ, പ്രവൃത്തിയെ, നന്മയെ, വാക്കുകളെ. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗിയായി ഇരിക്കുക, പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക, അധ്യായവും വാക്യവും എഴുതുക. പ്രഭാഷകൻ 41:21, പ്രഭാഷകൻ 41:17, പ്രഭാഷകൻ 41:18, പ്രഭാഷകൻ 41:19. പ്രഭാഷകൻ 41:17. ഡാഷ് വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ലജ്ജാഭരിതനാകുക എന്നാണ് 41:19 പറയുന്നത്. കർത്താവിൻ്റെ, അത്യുന്നതൻ്റെ, ദൈവത്തിൻ്റെ, മിശിഹായുടെ. ബന്ധുവിൻ്റെ ഡാഷ് നിരസിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് 41:21 പറയുന്നത്. അഭ്യർത്ഥന, അഭിലാഷം, ആവശ്യം, താൽപ്പര്യം. അഭ്യർത്ഥന. ഡാഷ് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. ദാനം, നീതി, സൽപ്രവൃത്തി, നന്മ. ദാനം. ഡാഷ് ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:23 പറയുന്നത്. തിന്മ, ദുഷ്ടത, വ്യാജം, പരദൂഷണം. പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 24, 22, 23, 25. 23. ഇനിയും ഇതേപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.